വെറും 6.5 കോടി രൂപ എന്ന തുച്ഛമായ ബജറ്റിൽ നിർമ്മിച്ച ആഗോളതലത്തിൽ 3000 കോടിയിലധികം രൂപ വാരിക്കൂട്ടിയ വിസ്മയചിത്രമാണ് ഒബ്സഷൻ. സാധാരണ കണ്ടുവരുന്ന പ്രേതപടങ്ങളിൽ നിന്നും തികച്ചും വേറിട്ടൊരു വഴി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രധാന സവിശേഷത. പ്രണയവും ഏകാന്തതയും ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കുമെന്നാണ് ചിത്രം കൃത്യമായി വരച്ചുകാട്ടുന്നത്. സ്വന്തം അരക്ഷിതാവസ്ഥയും ഏകാന്തതയും കാരണം മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും ജീവിതത്തെയും ഇല്ലാതാക്കുന്ന ഈ മാനസികാവസ്ഥയെ ഹെറ്ററോ പെസിമിസ്റ്റ് ഹൊറർ എന്നാണ് വിളിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ബെയർ ഒറ്റനോട്ടത്തിൽ വളരെ ശാന്തനും പാവവുമായൊരു ഇൻട്രോവേർട്ടാണ്. എന്നാൽ താൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ എങ്ങനെയും സ്വന്തമാക്കണമെന്ന അവന്റെ അടങ്ങാത്ത ആഗ്രഹം പിന്നീട് അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു. തന്റെ സുഹൃത്തായ നിക്കി തന്നെ ഒരു സഹോദരനെ പോലെയാണ് കാണുന്നത് എന്ന് അവനറിയാം. അവനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന സാറ എന്ന മറ്റൊരു പെൺകുട്ടി മുന്നിലുണ്ടായിട്ടും അവൻ അവളെ പൂർണ്ണമായും നിരസിക്കുകയാണ്. പരസ്പരമുള്ള ഒരു പ്രണയത്തിനപ്പുറം തനിക്ക് ലഭിക്കാത്ത ഒന്നിനെ നിർബന്ധപൂർവ്വം സ്വന്തമാക്കുക എന്നതാണ് ബെയറിന്റെ ലക്ഷ്യം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒബ്സഷൻ എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമ കാണാത്തവർ തീർച്ചയായും ഈ വീഡിയോ കാണരുത്, അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. വെൽക്കം ടു സിനിമോസഫി. മനുഷ്യന് സ്വന്തം ശരീരത്തിന്മേലുള്ള അവകാശം നഷ്ടപ്പെടുന്നതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൊറർ എലമെന്റ്. സാധാരണ ഹൊറർ സിനിമകളിൽ കാണുന്നതുപോലെ ഒരു പ്രേതം ശരീരത്തിൽ കയറുന്ന രീതി ഇതിലില്ല. മറിച്ച് നായികയായ നിക്കിയുടെ യഥാർത്ഥ മനസ്സ് പൂർണ്ണമായും ഉണർന്നിരിക്കുമ്പോൾ തന്നെ അവളുടെ ശരീരത്തെ മറ്റൊരാളുടെ ആഗ്രഹം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ആ മാന്ത്രിക ശക്തിക്ക് മനുഷ്യന്റെ സ്നേഹം എന്താണെന്നറിയില്ല. അതിനാൽ അത് വളരെ വിചിത്രവും മൃഗീയവുമായ രീതിയിലാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ബെയറിന്റെ ചത്തപൂച്ചയുടെ മാംസം ഉപയോഗിച്ച് അവൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതും ബെയറിനായി കാത്തുനിൽക്കുന്ന നിക്കി സ്വന്തം ശാരീരിക ആവശ്യങ്ങൾ പോലും മറന്ന് മണിക്കൂറുകളോളം നിന്ന നിൽപ്പിൽ നിൽക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്ന രംഗവുമെല്ലാം ഇതിന്റെ ഭയാനകമായ ഉദാഹരണങ്ങളാണ്. സിനിമയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ കഥ കൂടുതൽ ഭയാനകമാവുകയും പ്രേക്ഷകരിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ളതുമായൊരു ക്ലൈമാക്സിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പരിശോധിക്കാം. താൻ ചോദിച്ച ആഗ്രഹത്തിന്റെ ഭവിഷ്യത്തുകൾ വൈകിയാണെങ്കിലും മനസ്സിലാക്കുന്ന ബെയർ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനായി ബാക്കിയുള്ള വൺ വിഷ് വില്ലോകളെല്ലാം ആ കടയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നുണ്ട്. തന്റെ സുഹൃത്തായ ഇയാനോട് അവൻ അതുവരെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞുകൊടുക്കുന്നു. എന്നാൽ ഇയാൻ അത് വിശ്വസിക്കാതെ തമാശയായിട്ടാണ് കാണുന്നത്. കളിയാക്കിക്കൊണ്ട് തനിക്കൊരു $1 ബില്യൺ വേണമെന്ന് ഇയാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവിടെ ഡോളറുകൾ മഴ പോലെ പെയ്യുന്നു. ഇവിടെ ആ മാന്ത്രിക ശക്തിയുടെ തീവ്രത പ്രേക്ഷകർ ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ്. എന്നാൽ അവസാനത്തെ മാന്ത്രിക വടിയുമായി ബെയർ വീട്ടിലെത്തുമ്പോൾ കാണുന്നത് തങ്ങളെ ഏറെ സ്നേഹിച്ച സുഹൃത്ത് സാറയുടെ വികൃതമാക്കപ്പെട്ട മൃതദേഹമാണ്. സാറയുടെ വസ്ത്രം ധരിച്ച് ശരീരം കീറി അവളെപ്പോലെ ടാറ്റു ചെയ്ത് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന നിക്കി ബെയറിന് നേരെ തോക്ക് ചൂണ്ടുന്നു. ആ സമയത്ത് അവിടേക്ക് അവിചാരിതമായി കടന്നുവരുന്ന ഇയാനെ നിക്കി യാതൊരു ദയയുമില്ലാതെ വെടിവെച്ച് കൊല്ലുന്നതോടെ സിനിമ ഒരു കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിലേക്ക് വഴിമാറുന്നു. ഈ ക്രൂരതകൾ കണ്ട് ഭയന്നുപോയ ബെയർ ആത്മഹത്യ ചെയ്യാനായി ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുകയാണ്. സ്വയം വെടിവെച്ചു മരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെക്കൊണ്ടതിന് സാധിക്കുന്നില്ല. തുടർന്ന് സിനിമയുടെ തുടക്കത്തിൽ അവന്റെ പൂച്ചയുടെ മരണത്തിന് കാരണമായ അതേ മരുന്നുകൾ അവൻ അമിതമായി കഴിക്കുന്നു. എന്നാൽ പെട്ടെന്ന് മനം മാറി മരണം ഭയന്ന് അവൻ ആ മരുന്ന് ഛർദ്ദിച്ചു കളയാൻ ശ്രമിക്കുന്ന നിമിഷത്തിലാണ് പുറത്തു നിൽക്കുന്ന നിക്കി കൈവശമുണ്ടായിരുന്ന അവസാനത്തെ വില്ലോ ഓടിച്ച് ഒരു പുതിയ ആഗ്രഹം പറയുന്നത്. എന്താണ് ആ ആഗ്രഹമെന്ന് സിനിമ വ്യക്തമായി പറയുന്നില്ല. പക്ഷേ ബെയർ തന്നെ സ്നേഹിക്കണമെന്നായിരിക്കും ആ ആഗ്രഹം. ആ പുതിയ ആഗ്രഹത്തിന്റെ മാന്ത്രിക ശക്തിയാൽ പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ട ബെയർ ബാത്റൂമിൽ നിന്ന് പുറത്തുവരികയും നിക്കിയെ ചുംബിക്കുകയും ചെയ്യുന്നു. എന്നാൽ മരുന്ന് അമിതമായതിന്റെ ഫലമായി അവൻ അവളുടെ കൈകളിൽ കിടന്നു തന്നെ മരണത്തിന് കീഴടങ്ങുന്നു. ആഗ്രഹങ്ങൾ ചോദിച്ച ആൾ മരിച്ചാൽ മാത്രമേ ഈ മാന്ത്രികത അവസാനിക്കൂ എന്നത് സിനിമയിൽ നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെയർ മരിക്കുന്നതോടെ അവന്റെ ആഗ്രഹത്തിന്റെ ശക്തി ഇല്ലാതാവുകയും യഥാർത്ഥ നിക്കിക്ക് അവളുടെ ശരീരത്തിന്റെ നിയന്ത്രണം തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. മാന്ത്രികതയുടെ സ്വാധീനത്തിൽ സ്വയം വെടിവെക്കാൻ തോക്ക് വായിൽ വയ്ക്കുന്ന അതേ നിമിഷത്തിലാണ് യഥാർത്ഥ നിക്കിക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. അവൾ പെട്ടെന്ന് ഭയത്തോടെ തോക്ക് താഴെയിടുന്നു. തൊട്ടുമുന്നിൽ ബെയറിന്റെ ജഡവും ചുറ്റും ചോരയിൽ കുളിച്ചുകിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മൃതദേഹങ്ങളും കണ്ട് താൻ അകപ്പെട്ട ആ ഭയാനകമായ സാഹചര്യം തിരിച്ചറിഞ്ഞ് യഥാർത്ഥ നിക്കി ഉറക്കെ പൊട്ടിക്കരയുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. ഈ ക്ലൈമാക്സിലെ ഏറ്റവും വലിയ സിനിമാറ്റിക് ബ്രില്യൻസ് ഇതിലെ കാവ്യനീതിയാണ്. ക്ലൈമാക്സിൽ സ്വന്തം പ്രവർത്തികളുടെ ഭവിഷ്യത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബെയർ ശ്രമിക്കുന്നത്. അവൻ തന്നെയാണ് അന്നവിടെ സംഭവിച്ച കൂട്ടക്കൊലകൾക്കും ആ ഭയാനകമായ അവസ്ഥകൾക്കും കാരണം. ആത്മഹത്യ ചെയ്താണ് അവൻ എല്ലാം അവസാനിപ്പിക്കാൻ നോക്കുന്നത്. എന്നാൽ ആ മാന്ത്രിക ശക്തി അവനെ മരിക്കാൻ അനുവദിക്കുന്നില്ല. മരിക്കുന്നതിന്റെ തൊട്ടുമുൻപ് നിക്കി വില്ലോ ഓടിച്ച് തന്റെ ആഗ്രഹം പറയുന്നതോടെ ബെയറിന്റെ സ്വന്തം ശരീരത്തിന്മേലുള്ള അവകാശം നഷ്ടപ്പെടുന്നു. അവൻ യാന്ത്രികമായി നിക്കിയുടെ അടുത്തേക്ക് വരുന്നു. അതിനുശേഷം മാത്രമാണ് അവൻ മരിക്കുന്നത്. നിക്കിയുടെ സ്വാതന്ത്ര്യം കവർന്ന ബെയറിന് സ്വന്തം ജീവിതവും മരണവും തീരുമാനിക്കാനുള്ള അവകാശം അവിടെ നഷ്ടപ്പെടുന്നു.
എന്താണോ അവൻ നിക്കിയോട് ചെയ്തത് അതുതന്നെ ജീവിതത്തിന്റെ അവസാന മിനിറ്റുകളിലും അവനും തിരിച്ചു കിട്ടുന്നു. കൂടാതെ മാന്ത്രിക വടിയുടെ കസ്റ്റമർ കെയറിലേക്ക് ബെയർ വിളിക്കുമ്പോൾ അവിടെ നിക്കിയുടെ യഥാർത്ഥ ശബ്ദം നമ്മൾ പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് സമാന്തര ലോകങ്ങളെ സൂചിപ്പിക്കുന്നതായിരിക്കാം. നിക്കിയുടെ യഥാർത്ഥ ബോധം ഒരു ഇരുണ്ട ലോകത്ത് തടവിലാക്കപ്പെട്ടതുപോലെ ബെയറും ഒരുപക്ഷെ മരിക്കുന്ന സമയത്ത് അതുപോലെ മറ്റൊരു ലോകത്ത് അകപ്പെട്ടിട്ടുണ്ടാകാം. സിനിമയുടെ മേക്കിംഗ് തന്നെയാണിതിന്റെ ആത്മാവ്. ക്യാമറയും സൗണ്ടിങ്ങും ഭയത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് വലിയ ശബ്ദങ്ങളുണ്ടാക്കി പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന പരമ്പരാഗത ജംപ് സ്കെയർ രീതികൾ സംവിധായകൻ കറി ബാർക്കർ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ക്യാമറാമാനായ ടെയ്ലർ ക്ലെമൻസ് ക്യാമറ അധികം ചലിപ്പിക്കാതെ ഫ്രെയിമിന്റെ മധ്യഭാഗത്ത് മാത്രം വെളിച്ചം നൽകിയാണ് സിനിമയുടെ അധിക ഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് പ്രേക്ഷകരിൽ വലിയ തോതിൽ ശ്വാസം മുട്ടലും ഭയവും സൃഷ്ടിക്കുന്നു. നിക്കിയായി അഭിനയിച്ച ഇൻഡി നവറേറ്റെ യാതൊരുവിധ CGI സഹായമില്ലാതെയാണ് ഭയപ്പെടുത്തുന്ന ശരീരചലനങ്ങളും വിചിത്രമായ ചിരിയും അവതരിപ്പിച്ചത്. നായികയുടെ അസാധ്യ പ്രകടനം സിനിമയുടെ വിജയത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ സിനിമയുടെ കഥയോളം തന്നെ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് അതിന്റെ മാർക്കറ്റിംഗ് തന്ത്രം. പരമ്പരാഗതമായ ട്രെയിലറുകളോ പോസ്റ്ററുകളോ മാത്രം നൽകി പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന രീതിക്ക് പകരം പാരാസോഷ്യൽ മാർക്കറ്റിംഗ് എന്ന വളരെ വ്യത്യസ്തവും കൗതുകമുണർത്തുന്നതുമായ സൈക്കോളജിക്കൽ തന്ത്രമാണ് അണിയറക്കാർ ഇതിൽ ഉപയോഗിച്ചത്. പ്രേക്ഷകരും സിനിമയിലെ കഥാപാത്രങ്ങളും തമ്മിലൊരു യഥാർത്ഥ ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയാണിത്. ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ കൂറ്റൻ ബിൽബോർഡുകളിൽ നിക്കിയുടെ ഭ്രാന്തമായ സന്ദേശങ്ങൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ തുടക്കം. സിനിമയുടെ പരസ്യമാണ് എന്ന് ഒരിടത്തും എഴുതാതെ വിചിത്രമായ വാചകങ്ങളും ഒപ്പം ഒരു ഫോൺ നമ്പറും മാത്രമായിരുന്നു ഈ ബോർഡുകളിലുണ്ടായിരുന്നത്. ഇത് ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയും കൗതുകവും ജനിപ്പിച്ചു. ഈ പരസ്യങ്ങളിൽ നൽകിയിരുന്ന ഫോൺ നമ്പറിലേക്ക് ജനം മെസ്സേജ് അയക്കാൻ തുടങ്ങിയതോടെയാണ് മാർക്കറ്റിംഗിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് നിക്കി എന്ന കഥാപാത്രത്തിന്റെ പേരിൽ നിന്ന് വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ വോയിസ് മെസ്സേജുകളും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചിത്രങ്ങളും മറുപടിയായി ലഭിക്കാൻ തുടങ്ങി. തങ്ങൾ സംസാരിക്കുന്നത് ഒരു സിനിമയിലെ കഥാപാത്രത്തോടാണെന്ന് അറിയാമെങ്കിൽ പോലും ലഭിക്കുന്ന മറുപടികളുടെ സ്വഭാവം കാരണം ഒരു യഥാർത്ഥ സൈക്കോയുടെ വലയിൽ അകപ്പെട്ടതുപോലെയുള്ള പേടി ആളുകളിൽ ഇതുണ്ടാക്കി. സോഷ്യൽ മീഡിയയിൽ ഈ ഫോൺ നമ്പറും വോയിസ് മെസ്സേജുകളും നിമിഷനേരം കൊണ്ട് വൈറലാവുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഈ നമ്പറിലേക്ക് സ്വയം മെസ്സേജ് അയച്ച് ഈ ഭയപ്പെടുത്തുന്ന അനുഭവം പങ്കുവയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത്തരത്തിൽ സിനിമയുടെ കഥയെ തിയേറ്ററിന് പുറത്തേക്ക് പ്രേക്ഷകരുടെ വ്യക്തിപരമായ ഫോണുകളിലേക്ക് എത്തിക്കുകയാണ് അണിയറക്കാർ ചെയ്തത്. പ്രേക്ഷകരെ കേവലം കാഴ്ചക്കാരെന്നതിനപ്പുറം കഥയുടെ ഭാഗമാക്കാൻ ഇതിലൂടെ സാധിച്ചു. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്കിടയിൽ നിക്കി ആരാണ്, എന്താണ് ആ നമ്പറിന് പിന്നിൽ എന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ ഉണ്ടാക്കാൻ ഈ തന്ത്രത്തിന് കഴിഞ്ഞു. തിയേറ്ററിലെ റിലീസിന് മുന്നോടിയായി ഡിജിറ്റൽ ലോകത്ത് സൃഷ്ടിച്ച ഈ ഒരു റിയൽ ലൈഫ് ഹൊറർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമയുടെ പബ്ലിസിറ്റിക്ക് ചെലവാക്കിയ തുകയുടെ 100 ഇരട്ടി ലാഭം ബോക്സ് ഓഫീസിൽ നേടിക്കൊടുക്കാൻ കാരണമായത്. വെറും 6.5 കോടി ബജറ്റിൽ വന്ന ഒരു കൊച്ചു ചിത്രം ലോകമെമ്പാടും 3000 കോടിയിലധികം രൂപ വാരിക്കൂട്ടിയതിന് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ഈ മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. എന്താണ് ഈ സിനിമയെക്കുറിച്ചും വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവയ്ക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടുനോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.